മുനമ്പം വിഷയത്തിൽ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തി കെ.വി. തോമസ്. സന്ദർശനം പ്രതീക്ഷ പകരുന്നുവെന്നും മുനമ്പത്തെ കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതായും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വ്യക്തമാക്കി. അതേസമയം മുനമ്പത്ത് ഭൂമിയുടെ യഥാർത്ഥ ഉടമകളും അവകാശികളും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞു. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ കെ.വി. തോമസ് കോഴിക്കോട് ബിഷപ്പ് ഹൌസിലെത്തിയാണ് ആർച്ച് ബിഷപ്പായി നിയുക്തനായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുതിയ സ്ഥാനലബ്ധിയിൽ ആർച്ച് ബിഷപ്പിനെ അഭിനന്ദിച്ച കെ.വി. തോമസ് മുനമ്പം വിഷയവും ചർച്ചയാക്കി. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഈ മാസം അവസാനം സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ കെ.വി. തോമസ് മുനമ്പത്തെ ഭൂമി ക്രയവിക്രയം നടത്താനാവശ്യമായ സംവിധാനം ഒരുക്കുമെന്ന് ആർച്ച് ബിഷപ്പിനെ ബോധിപ്പിച്ചു. വിഷയം ഇപ്പോൾ ജുഡീഷ്യറിയുടെ പരിഗണനയിലായതിനാൽ ചർച്ചയിലൂടെ തീർക്കാനുള്ള പ്രയാസവും ആർച്ച് ബിഷപ്പിനെ ധരിപ്പിച്ചു. മുനമ്പത്തേത് മാനുഷിക പ്രശ്നമാണെന്നും പ്രശ്നം തീർക്കാൻ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. അതായത് ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഉണ്ടല്ലോ, ആ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് ഈ മാസം അവസാനം വരുമ്പോഴേക്കും ഒരുപക്ഷെ പുറത്തേക്ക് വരും. അതിനുശേഷം ഗവൺമെൻറ് മുനമ്പത്തെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇതൊരു മാനുഷിക പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണാനാണ് നോക്കേണ്ടത്. മനുഷ്യൻ നേരിടുന്ന പ്രശ്നം അത് തീർത്തു കൊടുക്കാനായിട്ട് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കണം. അതേസമയം മുനമ്പത്ത് അർഹരായ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കോഴിക്കോട് പറഞ്ഞു. മുനമ്പത്തെ അർഹരായ മുഴുവൻ പേർക്കും അവരുടെ ഭൂമിക്ക് രേഖയുണ്ടാക്കി കൊടുത്ത് അവരുടെ ഭൂമി ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമാണ്. ആ ഗവൺമെൻറ് അത് നിർവഹിക്കും. 2026 ജനുവരി 1 ലോകം പുതിയ കാലത്ത് സ്വീകരിക്കുമ്പോൾ വയനാട്ടിലെ ദുരന്ത ബാധിതർ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് പുതുവത്സരം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ കൃത്യതയോടെ നിർവഹിക്കും. മുനമ്പം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സഭയുമായുള്ള ചർച്ചയ്ക്ക് ലത്തീൻ സമുദായക്കാരൻ കൂടിയായ ഡോക്ടർ കെ.വി. തോമസിനെ തന്നെ മുഖ്യമന്ത്രി നിയോഗിച്ചത്. കെ.വി. തോമസിന്റെ കൂടിക്കാഴ്ചയെ സഭയും പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പുതിയ നയതന്ത്രത്തിലൂടെ UDFന്റെ വിമർശനങ്ങളുടെ മുനയൊടുക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.